Hello, welcome to Sense of School of Life Sciences. Today we shall talk about Bombay blood group. See, Bombay blood group was discovered in 1952 in Bombay by Dr. Y.M. Bende, a railway worker. ഞാൻ കൂടുതൽ ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല. നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. You know that there are 4 types of blood groups in humans, namely group A, B, AB, and O. So, A blood group person, RBC circulated A antigen on the antibody plasma and B antibody, that beta antibody. B blood group person, RBC surface B antigen on the antibody plasma anti-A. AB blood group person, AB antigen antibody ഒന്നുമില്ല. O blood group person, antigen ഒന്നുമില്ല, antibody രണ്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. From where does this antigens on the surface of RBC coming from? It is from a precursor called antigen H. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ where does this antigen on the surface of RBC coming from? These antigens are coming from a precursor called antigen H. അതായത് ആന്റിജൻ എച്ചിൽ നിന്നാണ് എ ആന്റിജനും ബി ആന്റിജനും എല്ലാം ഉണ്ടാകുന്നത്. ആന്റിജൻ എച്ച് ഈസ് പ്രസന്റ് ഓൺ സർഫേസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് എ, ബി, എ ബി ആൻഡ് ഒ. അതായത് എ ബ്ലഡ് ഗ്രൂപ്പിൽ RBCയിൽ എന്തുണ്ട്? എ ആന്റിജൻ. അപ്പൊ അതിന് പുറമെ എച്ച് ആന്റിജൻ കാണാം. അതുപോലെ ബി ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സണ് RBCയിൽ ബി ആന്റിജൻ ഉണ്ട്, അതിനോടൊപ്പം എച്ച് ആന്റിജൻ ഉണ്ട്. അതുപോലെ എ ബി. മനസ്സിലായോ? അപ്പോൾ ആന്റിജൻ എച്ചിൽ നിന്നുമാണ് ഈ ആന്റിജൻസ്, ഈ ആന്റിജൻ ബിയും എ ബിയും ഒക്കെ ഉണ്ടാകുന്നത്. In people with the O blood group, H antigen remains unmodified and hence O blood group has the highest concentration of H antigen. മനസ്സിലാക്കുക. O blood group പേഴ്സന്റെ RBCയിൽ എയും ബിയും ആന്റിജൻ ഇല്ലെങ്കിലും H ആന്റിജൻ ഉണ്ട്. പക്ഷെ അത് മോഡിഫൈ ചെയ്യുന്നില്ല. ബിക്കോസ് എ ആന്റിജനും ബി ആന്റിജനും ഇല്ല. ബിക്കോസ് ആന്റിജൻ H is the precursor for all these blood group is പ്രധാനപ്പെട്ട കാര്യമാണ്. But there are people who does not have H antigen. Such people without H antigen are called Bombay blood group. അപ്പൊ അവർക്ക് ക്യാപിറ്റൽ H ആന്റിജൻ കാണത്തില്ല, മ്യൂട്ടന്റ് ഫോമാണ്, സ്മോളസ്റ്റ് ആണ്. അപ്പം ആരാണ് ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ H ആന്റിജൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ? അപ്പോ such people without H antigen are called Bombay blood group. ഇത് വളരെ റെയർ ആണ്. അതായത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് is a very rare blood group that occurs in about 0.0004% about 4 million of total population. എന്നാലും the occurrence in Bombay is as much as 1 in 10,000 people. ഇത് ഞാൻ റയറാന്ന് പറഞ്ഞു, പക്ഷേ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനേക്കാൾ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ്. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചോദിച്ചായിട്ടൊക്കെ ഇത് മറ്റൊരു വീഡിയോയിൽ പറയാൻ നോക്കാം. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സൺ വിൽ ഹാവ് ആന്റി-A, ആന്റി-B and anti-H antibody in their blood, so they can receive blood only from the same blood group. But can donate blood to A, B, AB and O blood group. അപ്പോൾ ഇവിടെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് വേണമെങ്കിൽ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ആന്റിബോഡി ഉള്ളത് ഒരു പ്രശ്നമാണ് അല്ലേ? ഇതിൽ ആന്റിബോഡി എന്തെല്ലാം? ആന്റി-A ഉണ്ട്, ആന്റി-B ഉണ്ട്, ആന്റി-H ആന്റിബോഡി ഉണ്ട്. അപ്പൊ അവർക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക്
ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഇതിന്റെ ആന്റിബോഡീസ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ആന്റിബോഡി ഉള്ളത് പ്രശ്നമല്ലേ. ഫോർ എക്സാമ്പിൾ AB ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയത് എന്തുകൊണ്ടാണ്? അതിൽ ആന്റിബോഡി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Which of the following statement is not correct regarding Bombay blood group? It's not correct. One person with this blood group may receive blood only from a person with the O blood group. It was first discovered by Dr. Y.M. Bende. It is deficient in expression of H antigen. It has neither A nor B antigen. A, 1 and 2 correct, 3 and 4 statements incorrect, 3 and 4 correct, 1 and 3 incorrect, only 1 is incorrect, all statements are correct. Persons with this blood group may receive blood only from a person with the O blood group. Is it correct? No. Why? They can receive the same blood group from Bombay blood group person. അല്ലേ? അത് തെറ്റാണ്. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ Y.M. Bende. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇറ്റ് ഈസ് ഡിഫിഷ്യന്റ് ഇൻ എക്സ്പ്രഷൻ ഓഫ് H antigen. Yes, is correct. It has neither A nor B antigen. അതും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? സി ഉള്ളി. അതായത് സി ഉള്ളി. One is incorrect. അതാണ് സി. ആൻസർ സി ആണ്. ഓക്കെ, താങ്ക് യു.